ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂട്ടാപ്പിയും കൂടെ വെറുതെ ഇരുന്നപ്പോഴേ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീടും പരിസരവും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോണത്. കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. വീടിൻ്റെ മുറ്റത്തേക്ക് ബൈക്ക് മാത്രമേ വരത്തുള്ളൂ, കാരണം വലിയ വണ്ടിയൊന്നും വരാനുള്ള വഴിയില്ല. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെയാണെങ്കിൽ റബ്ബറായിരുന്നു ഫുള്ള് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റബ്ബറെല്ലാം വെട്ടി മാറ്റിയിട്ട് അവിടെ കൈത കൃഷി ചെയ്തിട്ടുണ്ട്, പിന്നെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. കുട്ടാപ്പി പിന്നെ പരിചയമുള്ള പോലെയാണ്, കാരണം എപ്പോഴും പുള്ളി ഇവിടെ വരുന്നതായതുകൊണ്ട് അവനങ്ങ് തലക്കെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വഴിയുടെ ഒരു ചെറിയൊരു വൃത്തിയാക്കലും ഒക്കെ നടന്നുകൊണ്ട് കല്ലും കട്ടയൊക്കെ ഉണ്ട്. അത് കാരണം പകുതി നടന്നിട്ട് തിരിച്ചു പോരും. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. നേരത്തെ ഇവിടെ സ്റ്റെപ്പായിരുന്നു, ഇപ്പോൾ വണ്ടി മിറ്റം വരെ വരാനായിട്ട് അത് പൊളിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പരിചയപ്പെടേണ്ട 2 പേരുണ്ട് ഇവിടെ. ഇത് ഒരാളുടെ പേര് തക്കടൂന്നും ഒരാളുടെ പേര് ബ്രൂസിന്നും. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസിൽ നോക്കിയാൽ കാണാൻ പറ്റും തക്കടൂവിൻ്റെ ചെറുപ്പം. ബ്രൂസി 1 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. പുള്ളിക്കാരിയുടെ കൂടെ ഇപ്പുറത്താണെങ്കിലും പുള്ളി ഇവിടെ തക്കടൂര് കൂടെ ഇരിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ പപ്പയുടെ ചെറിയ ചെറിയ കൃഷികൾ. ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കത്തിരിക്കാണ് കേട്ടോ. ഒരുപാട് കായ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. ഇത് പിന്നെ പിന്നെയും പൂവിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പയറുണ്ട്, വാഴയുണ്ട്, പിന്നെ കോവലുണ്ട്, അങ്ങനെ ഒത്തിരി കൃഷിയുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയൻ്റെ മീൻ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. ചെറിയ മീൻ വളർത്തുന്ന സ്ഥലം, കാരണം ഫ്രിഡ്ജിൻ്റെ അത് ടാർപ്പായി ഇട്ടിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടാണ് അവൻ മീൻ വളർത്തുന്നത്. ഇതും അനിയൻ്റെ തന്നെയാണ്. അവൻ 2 ജോഡിയായിട്ട് വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേങ്കിൽ ഒരു ജോഡിയിൽ ഒരെണ്ണം ചത്തുപോയി. അത് കാരണം മറ്റുള്ള 2 ജോഡി ഒരുമിച്ച് ജീവിക്കുന്നത് കാരണം താഴെ കുശുമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരെ നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോയിൽ കണ്ടതല്ലേ, തങ്കമ്മയും ബ്രൗണിയും. പപ്പായുടെ മമ്മിയുടെയും അരുമ മക്കളാണ് കേട്ടോ. ഞാനങ്ങനെ ഇങ്ങോട്ടൊന്നും എപ്പോഴും ഒന്നും വരാറില്ല. വന്നാൽ എന്നോട് ഓരോ ജോലി പറയുന്നത് കൊണ്ട് ഞാൻ മടി പിടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഒരുപാട് നാളത്തെ അധ്വാനമാണ് കേട്ടോ ഈ വീട്. ഇതിപ്പോൾ കാണുന്ന രീതിയിലാക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് 2 പേരും. ഇപ്പോഴും വീട് പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ കേട്ടോ. വീടിനകത്ത് എടുക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല, കാരണം വേറൊന്നുമല്ല, വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ടാണ്. വീട് എത്ര ചെറുതാണെങ്കിലും, നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും അതിനുള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് സ്വർഗം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.